viewers, welcome back to Asylum Learning. മക്കളെ റിമാമിസാണ് ജപ്പാൻ ചരിത്രവും വർത്തമാനവും, ജപ്പാൻ ഹിസ്റ്ററി ആൻഡ് പ്രസന്റ്. ഈ ഒരു ചാപ്റ്ററിൽ എൻ്റെ മക്കൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, നമുക്ക് നോക്കാം. ജപ്പാനിലെ വിദ്യാഭ്യാസ സമ്പ്രദായം വിശദമാക്കുക. എക്സ്പ്ലെയിൻ ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ജപ്പാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പൊ നോക്കിക്കോ, എങ്ങനെയായിരുന്നു ജപ്പാനിലെ വിദ്യാഭ്യാസ സമ്പ്രദായം? യെസ്, നോക്കിക്കോ. ഒന്നാമത്തത്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എന്താണ് വിദ്യാഭ്യാസം കമ്പൽസറി ആക്കി, അല്ലെങ്കിൽ നിർബന്ധമാക്കി. അതായത് എഡ്യൂക്കേഷൻ വാസ് മെയ്ഡ് കമ്പൽസറി ഫോർ ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ്. ബോയ്സിനും ഗേൾസിനും എഡ്യൂക്കേഷൻ കമ്പൽസറി ആക്കി. അതുപോലെ എ കരിക്കുലം ബേസ്ഡ് ഓൺ വെസ്റ്റേൺ മോഡൽസ് വാസ് ഡെവലപ്ഡ്. യെസ്, കരിക്കുലം പാഠ്യപദ്ധതി എങ്ങനെയാ രൂപപ്പെടുത്തിയത്? പാശ്ചാത്യ മാതൃകകൾ അഥവാ വെസ്റ്റേൺ മോഡൽസ്. അതായത് എന്താക്കി? പാശ്ചാത്യ മാതൃകകൾ അടിസ്ഥാനമാക്കിയുള്ള പാഠ്യപദ്ധതി രൂപപ്പെടുത്തി. കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്ത് രാജ്യത്തോടുള്ള കൂറിനും ജപ്പാനീസ് ചരിത്രത്തെ കുറിച്ചുള്ള പഠനത്തിനും ഊന്നൽ കൊടുത്തു. അതായത് ജപ്പാന്റെ ഹിസ്റ്ററിയെ കുറിച്ചുള്ള പഠനത്തിന് ഊന്നൽ കൊടുത്തു കേട്ടോ. എംഫസൈസ് വാസ് ഗിവൺ ടു ലോയാലിറ്റി ടു ദ കൺട്രി ആൻഡ് ദ സ്റ്റഡി ഓഫ് ജപ്പാനീസ് ഹിസ്റ്ററി. അതായത് കൂടുതലും പാഠ്യപദ്ധതി ജപ്പാനീസ് ഹിസ്റ്ററി, അതായത് ജപ്പാന്റെ ചരിത്രത്തിനും അതുപോലെ തന്നെ രാജ്യത്തോടുള്ള കൂറിനും കൂടുതൽ കൊടുത്തു? മുൻതൂക്കം കൊടുത്തു. ഓക്കെ. അതുപോലെ കുട്ടികൾ മാതാപിതാക്കളെ റെസ്പെക്ട് ചെയ്യല്, അതായത് കുട്ടികൾ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിനും രാജ്യത്തോട് വിശ്വസ്തരായിരിക്കുന്നതിനും പാഠപുസ്തകങ്ങൾ പ്രാധാന്യം നൽകി. Okay, that the textbook gave more importance to children respect their parents and yes, being loyal to the country. കൺട്രിയോട് വിശ്വസ്തരായിരിക്കും അല്ലെ. ഇതിനൊക്കെയാണ് പാഠപുസ്തകം, ടെക്സ്റ്റ് ബുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോൾ ഓർക്കേണ്ട ഒന്നുമില്ല, ബോയ്സിനും ഗേൾസിനും എഡ്യൂക്കേഷൻ കമ്പൽസറി ആക്കി. അതുപോലെ പാഠ്യപദ്ധതി കൂടുതലും എന്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു? വെസ്റ്റേൺ മോഡൽസിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇതിനെന്താണ് ജപ്പാനീസ് ഹിസ്റ്ററിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പാഠഭാഗങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ പാഠപുസ്തകത്തിൽ കൂടുതൽ രാജ്യത്തോടുള്ള വിശ്വാസ്യതയും അതുപോലെ തന്നെ കുട്ടികൾ മാതാപിതാക്കളെ റെസ്പെക്ട് ചെയ്യുക അല്ലെ, ബഹുമാനിക്കുന്നതിനും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി എന്ന് പറയാം. ഓക്കെ, അതാണ് പറയുന്നത്. പാഠപുസ്തകങ്ങൾക്ക് പ്രാധാന്യം നൽകിയത് എന്തിനാണ്? കുട്ടികളെ പാരന്റ്സിനെ റെസ്പെക്ട് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തു. ദെൻ നോക്കുകയാണെങ്കിൽ, വിച്ച് ഈസ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ ജപ്പാൻ. ജപ്പാനിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഓക്കെ, ഏതാണ് നിങ്ങൾ തന്നെ പറഞ്ഞോ? യെസ്, ഷിനാനോ ആണ് അല്ലെ. ഷിനാനോ നദിയാണ് ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത്. ആൻസർ വരുന്നത് ഷിനാനോ. ഓക്കെ, ഇതാണ് ജപ്പാനിലെ ഏറ്റവും നീളം കൂടിയ നദി. ഓക്കെ, നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഷോഗൻ റൂൾ. എന്തായിരുന്നു ഷോഗൻ റൂൾ എന്ന് പറഞ്ഞാൽ? യെസ്, നമ്മുടെ ജപ്പാന് പണ്ട് മുതലേ ഭരിച്ചുകൊണ്ടിരുന്നത് എംപറേഴ്സ്, ചക്രവർത്തിമാരായിരുന്നു കേട്ടോ. ഓക്കെ, അങ്ങനെ 12ാം നൂറ്റാണ്ട് ആയപ്പോഴേക്ക് രാജ്യത്തിന്റെ ഭരണം ചക്രവർത്തിയിൽ നിന്ന് ആരിലേക്ക് മാറിപ്പെട്ടു? ഷോഗന്മാർ എന്നറിയപ്പെടുന്ന സൈനിക മേധാവികൾ, മിലിറ്ററി ലീഡേഴ്സ് അവരുടെ ഹാൻഡിലേക്ക് എത്തി കേട്ടോ. അതായത് ആ ഒരു 12ാമത്തെ നൂറ്റാണ്ടിൽ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ കൺട്രി പാസ്ഡ് ഫ്രം ദ എംപറേഴ്സ് ടു ദ ഹാൻഡ് ഓഫ് മിലിറ്ററി ലീഡേഴ്സ് നോൺ ആസ് ഷോഗന്മാർ. അതായത് ഷോഗന്മാർ ഷോഗൻസ് എന്നറിയപ്പെടുന്ന മിലിറ്ററി ലീഡേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ സൈനിക മേധാവികളുടെ കൈകളിൽ ഈ ഭരണം, അതുവരെ ചക്രവർത്തിമാരിൽ ഉണ്ടായിരുന്ന ഭരണം ഷോഗന്മാരിൽ എത്തിപ്പെട്ടു എന്ന് പറയാം. അപ്പൊ ഈ ഷോഗന്മാർ വന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ യെസ് നോക്കിക്കോ, ഷോഗൻ റൂൾ ഇൻ ദ, അതായത് ഷോഗന്മാര് വന്നല്ലോ, ഷോഗന്മാര് ഭരിച്ചു, പക്ഷേ നോമിനൽ റൂളേഴ്സ് ആയിട്ട് എംപറേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ, വെറും പേരിന് മാത്രമുള്ള റൂളേഴ്സ് ആയിട്ട്. അതുപോലെ ഇവരുടെ ഭരണകാലത്ത് ജപ്പാൻ 250-ലധികം വരുന്ന ഡൊമൈൻസ് അല്ലെങ്കിൽ പ്രാദേശിക മേഖലകളായിട്ട് വിഭജിച്ചു. അങ്ങനെ എന്ത് സംഭവിച്ചു? അതിന്റെ കൺട്രോൾ, ഈ 250 വരുന്ന ഈ ഡൊമൈൻസിന്റെ കൺട്രോൾ ഒക്കെ ആർക്കെന്നറിയോ? ഡേമിയോ എന്നറിയപ്പെടുന്ന ഒരു പ്രഭുക്കന്മാരുടെ കയ്യിലായിട്ടോ. ദ കൺട്രോൾ വാസ് പ്ലേസ്ഡ് അണ്ടർ ദ റൂൾ ഓഫ് ലോർഡ്സ് കോൾഡ് ഡേമിയോ. ഓക്കെ, അപ്പോ അതുപോലെ ഈ സമുറായിസ് എന്ന് പറയുന്നത് ഭരണത്തിൽ സ്വാധീനമുണ്ടായിരുന്ന യോദ്ധാക്കളുടെ ഒരു വിഭാഗമായിരുന്നു സമുറായിസ്. അങ്ങനെ എന്ത് ചെയ്തു?
ഈ സമുറൈസ് ആയിരുന്നു നമ്മുടെ ആരൊക്കെ, യെസ്, നമ്മുടെ ഡേനിയോനെ ഈ ഷോഗനെയൊക്കെ സെർവ് ചെയ്തത്. ഓക്കെ, ദ ഷോഗൻ റൂൾ കെയിം ടു ദ എൻഡ് ടു ദ ജപ്പാൻ വിത്ത് ദ മേജി റീസ്റ്റോറേഷൻ ഇൻ ദ 19th century. അങ്ങനെ മേജി റീസ്റ്റോറേഷനിലൂടെയാണ് എന്താ ഷോഗന്മാരുടെ ഭരണം ഇവിടുന്ന് എടുത്ത് മാറ്റപ്പെട്ടതും പിന്നീട് എന്താണ് എംപറേഴ്സ് ഭരണത്തിൽ വരുന്നു. ഓക്കെ, ഷോഗന്മാരെന്ന് പറയുമ്പോൾ ഒന്നും ചിന്തിക്കേണ്ട, നമ്മുടെ എന്താണ് ചക്രവർത്തിമാരല്ലേ, ചക്രവർത്തിമാരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് പിന്നീട് എന്താണ് 12ാം നൂറ്റാണ്ടായപ്പോഴേക്കും ആരൊക്കെ ഷോഗന്മാരല്ലേ, ഷോഗന്മാരുടെ കയ്യിലെത്തുന്നു. അങ്ങനെ എന്താണ് 250ഓളം വരുന്ന ഡൊമീൻസുകളാക്കി ജപ്പാനെ മാറ്റി. അത് ഭരിച്ചിരുന്നത് ഡേനിയോമാരായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷോഗൻ ഭരണം ഇല്ലാതായിരുന്ന മേജി റീസ്റ്റോറേഷൻ വന്നതിന് ശേഷമാണ്. ഓക്കെ, ജപ്പാനിലെ പരമ്പരാഗത മതവിശ്വാസം ഏതായിരുന്നു? യെസ്, നമുക്കറിയാം, അത് ഷിൻഡോയിസം ആയിരുന്നു അല്ലെ, ഷിൻഡോയിസം എന്ന് പറയും. ഓക്കെ, ഷിൻഡോയിസം ഇസ് എ ട്രഡീഷണൽ റിലീജിയസ് ബിലീഫ് ഇൻ ജപ്പാൻ. ജപ്പാനിലെ മതവിശ്വാസമായിരുന്നു എന്തടാ ഷിൻഡോയിസം എന്ന് പറയുന്നത്. ദ വേർഡ് ഷിൻഡോ മീൻസ് ദ വേ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പാത എന്നാണ് വിളിക്കപ്പെട്ടത്. ഇവിടുത്തെ ഡൈറ്റീസിനെ എന്ത് വിളിച്ചു? കാമി എന്ന് വിളിച്ചു. അതുപോലെ എന്തുണ്ടായി? യെസ്, കാമീസ് എന്ന് വിളിച്ചു. അതിൽ ഏറ്റവും എന്താണ് പ്രമുഖരായിട്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഗോഡായിരുന്നു സൺ ഗോഡസ് ആയിരുന്ന അമദരേസു. നമ്മളോട് ചോദ്യം ചോദിച്ചത് ഷിൻഡോയിസം. ഓക്കെ, ഷിൻഡോയിസം എന്താണ് ജപ്പാന്റെ മതവിശ്വാസം. അപ്പോൾ ഷോർട്ടായിട്ട് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഷിൻഡോയിസം എന്ന് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ അമദരേസുവിനൊക്കെ ഉൾപ്പെടുത്തിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പം മക്കളെ മറക്കണ്ട, നമ്മുടെ 7ാം ക്ലാസ്സിലേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ മറക്കണ്ട. എന്തായാലും നമ്മുടെ ബാച്ചിലേക്ക് എല്ലാവരും എന്താണ് പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ കേട്ടോ. ഓക്കെ ഗായ്സ്, ബൈ.